Hi guys, welcome back to our channel Be Babe with Chia. And this is Idan late ever video number 2. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കോട്ടയം പോത്തുംകാൽ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ അച്ചച്ച അപ്പാപ്പിയും കൂടെ പോത്തുംകാലൊക്കെ വൃത്തിയായിട്ട് കഴുകി നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. നമ്മുടെ പോത്തുംകാല് സ്പെഷ്യലിസ്റ്റ് അപ്പാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോത്തുംകാല് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ മസാല മൂപ്പിച്ച് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ വേവിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ നമ്മുടെ ബേസിക് മസാലാസ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്ത് പിന്നെ നമ്മൾ വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ആദ്യം തിളപ്പിക്കുക, അതായത് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പോത്തുംകാൽ മേക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലോങ് പ്രോസസ്സാണ് കേട്ടോ. നമ്മളിത് വേവാൻ തന്നെ ഒരു 3-3.5 മണിക്കൂർ എടുക്കും. ഓരോ ഇതിൻ്റെയും വേവ് അനുസരിച്ച് നമുക്ക് ടൈം ഡിഫറൻസ് വരും. ഒരു നോർമലായിട്ടൊരു 3-3.5 മണിക്കൂറെങ്കിലും ഇത് വേവിച്ചാലേ നല്ലപോലെ ഇത് വെന്തിട്ട് നമുക്ക് എല്ലിൻ്റെ ഇടയിലുള്ള ഒരു അതാണല്ലോ പോത്തുംകാലിന് മെയിൻ, അതിങ്ങനെ തട്ടുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ ഇത് വേവണം. ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്തത് നമ്മുടെ മസാല ആഡ് ചെയ്യുകയാണ്. അതിന് നമ്മൾ എണ്ണയിലോട്ട് മല്ലിപ്പൊടി, നമ്മുടെ എടുക്കുന്ന ഇറച്ചിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് കേട്ടോ ഇതെല്ലാം എടുക്കുന്നത്. മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ നമ്മളൊന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് അത് ആഡ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യും കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലോങ് പ്രോസസ്സാണ് കേട്ടോ. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മളെല്ലാം കറി റെഡിയാക്കിയിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആൻറ്റിയും മോമാരും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് നമ്മുടെ ജുബിൻ, അതായത് അപ്പാപ്പിയുടെ മൂത്ത മോനാണ് ജുബിൻ, ഇങ്ങനെ മുടി ഇങ്ങനെ കളറൊക്കെ അടിച്ചായിരുന്നു. അവൻ തന്നെ കളർ അടിച്ചതാണ്. അതെല്ലാവരും ഞങ്ങളിങ്ങനെ അവനെ ഇങ്ങനെ ചോദിക്കുകയൊക്കെയായിരുന്നു. അവന് നാണമൊക്കെ വന്നു. So bye guys, thank you for watching and stay tuned for our next videos. Tata.